ഫ്രാൻസിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇടപെട്ടതായി സംശയിക്കപ്പെടുന്ന ഇസ്രയേലി കമ്പനിയായ ബ്ലാക്ക് കോർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ജനാധിപത്യ പ്രക്രിയകൾ അട്ടിമറിക്കാൻ ഇടപെടലുകൾ നടത്തിയതായി ഫ്രഞ്ച് സർക്കാരിന്റെ വെളിപ്പെടുത്തൽ. വിവിധ രാജ്യങ്ങളിലെ ജനാധിപത്യ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാനും പൊതുജനവികാരം കൃത്രിമമായി രൂപപ്പെടുത്താനും പ്രവർത്തിക്കുന്ന ഇസ്രയേൽ കമ്പനിയാണ് ബ്ലാക്ക് കോർ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. യുഎസിലെ ന്യൂയോർക്ക് സിറ്റി, യുകെയിലെ സ്കോട്ട്ലൻഡ് തെരഞ്ഞെടുപ്പുകൾക്ക് പുറമെ ആഫ്രിക്കൻ രാജ്യങ്ങളായ അങ്കോള, ടോഗോ എന്നിവിടങ്ങളിലും ഈ ഇസ്രയേൽ സ്ഥാപനം സജീവമായി പ്രവർത്തിച്ചിരുന്നതായി ഡിജിറ്റൽ രംഗത്തെ വ്യാജ ഇടപെടലുകൾ നിരീക്ഷിക്കുന്ന ഫ്രഞ്ച് സർക്കാർ ഏജൻസിയായ വിജിനം കണ്ടെത്തി. കഴിഞ്ഞ മാസം ഫ്രാൻസിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തീവ്ര ഇടതുപക്ഷ ഫലസ്തീൻ അനുകൂല പാർട്ടിയായ ഫ്രാൻസ് അൺബോൾഡ് സംഘടനയുടെ 3 മേയർ സ്ഥാനാർത്ഥികളെ ലക്ഷ്യമിട്ട് നടന്ന ഓൺലൈൻ പ്രചാരണത്തിന് പിന്നിൽ ബ്ലാക്ക് കോർ ആണെന്ന് ഫ്രഞ്ച് അധികൃതർ സംശയിക്കുന്നതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കമ്പനിയുടെ ആഗോള ഇടപെടലുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഫ്രഞ്ച് പ്രധാനമന്ത്രി സെബാസ്റ്റ്യൻ ലെക്കോണുവിനൊപ്പം നടത്തിയ പത്രസമ്മേളനത്തിൽ കൃത്യമായ സാങ്കേതിക പരിശോധനകളാണ് തങ്ങളെ ബ്ലാക്ക് കോറിന്റെ ഇടപാടുകളിലേക്ക് നയിച്ചതെന്ന് വിജിനം മേധാവി മാർക്ക് ആന്റോയിൻ ബ്രില്ലന്റ് പറഞ്ഞു. ലോകമെമ്പാടുമുള്ള ബ്ലാക്ക് കോറിന്റെ ഇടപെടലുകളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടും ഏജൻസി പുറത്തുവിട്ടിരുന്നു. ഇത് ഫ്രാൻസിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അങ്കോള, ടോഗോ, സ്കോട്ട്ലൻഡിലെ തെരഞ്ഞെടുപ്പുകൾ, 2025 ന്യൂയോർക്കിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് തുടങ്ങി മറ്റ് രാജ്യങ്ങളിലോ പ്രദേശങ്ങളിലോ വിദേശ ഡിജിറ്റൽ ഇടപെടലുകൾ നടത്താനും ഈ ശൃംഖല ഉപയോഗിച്ചതായി കരുതപ്പെടുന്നു എന്നാണ് മാർക്ക് ആന്റോയിൻ ബ്രില്ലന്റ് പറഞ്ഞത്. എന്നിരുന്നാലും ഫ്രാൻസിലെയും മറ്റ് രാജ്യങ്ങളിലെയും തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടാൻ ബ്ലാക്ക് കോറിനെ ആരാണ് ചുമതലപ്പെടുത്തിയത്, അല്ലെങ്കിൽ ഇതിന്റെ യഥാർത്ഥ സ്പോൺസർമാർ ആരാണെന്ന് കണ്ടെത്താൻ തങ്ങളുടെ അന്വേഷണങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബ്ലാക്ക് കോറിന്റെ വിവാദപരമായ നടപടികളെക്കുറിച്ച് ഫ്രഞ്ച് സർക്കാർ ഇസ്രയേലിനോട് ഔദ്യോഗികമായി വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ സഹായിക്കണമെന്ന് ഫ്രഞ്ച് പ്രധാനമന്ത്രി സെബാസ്റ്റ്യൻ ലെക്കോണുവും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഫ്രാൻസ് തങ്ങളെ ബന്ധപ്പെട്ട കാര്യം പാരീസിലെ ഇസ്രയേൽ എംബസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് അന്വേഷണ ഏജൻസികളിൽ നിന്നുള്ള വിശദമായ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും ദേശീയ തലത്തിലായാലും മുനിസിപ്പൽ തലത്തിലായാലും ഫ്രഞ്ച് രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടാൻ ഇസ്രയേലിന് യാതൊരു ഉദ്ദേശവുമില്ലെന്നാണ് എംബസി പ്രസ്താവനയിലൂടെ അറിയിച്ചത്. ന്യൂയോർക്ക് സിറ്റി തെരഞ്ഞെടുപ്പിൽ ബ്ലാക്ക് കോർ കൃത്യമായി ആരെയാണ് ലക്ഷ്യം വെച്ചതെന്ന് വിജിനം മേധാവി പരാമർശിച്ചിട്ടില്ല. പ്രസ്തുത തെരഞ്ഞെടുപ്പിൽ ഫലസ്തീൻ അനുകൂല നിലപാടുകളിലൂടെ ശ്രദ്ധേയനായ സോറാൻ മംദാനി വിജയിച്ചിരുന്നു. മംദാനിയുടെ വിജയം യുവ ജൂത പുരോഗമനവാദികളെ ആവേശഭരിതരാക്കിയെങ്കിലും ഫലസ്തീൻ വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ തുറന്ന പിന്തുണ പരമ്പരാഗത ഇസ്രയേൽ അനുകൂലികളായ ന്യൂയോർക്കുകാരെ ഭയപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിലെ ഇസ്രയേൽ കമ്പനിയുടെ ഇടപെടൽ സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ മംദാനിയോ ന്യൂയോർക്ക് സിറ്റി സ്റ്റേറ്റ് ഉദ്യോഗസ്ഥരോ ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റോ US സൈബർ പ്രതിരോധ ഏജൻസിയായ CISAയോ ഇതുവരെ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. FBI-യും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വിസമ്മതിച്ചതായി റോയിട്ടേഴ്സ് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം സ്കോട്ട്ലൻഡിലെ മുൻ മന്ത്രിയായിരുന്ന ജോൺ സ്വിന്നിനെ ലക്ഷ്യം വെച്ചും ബ്ലാക്ക് കോർ ലിങ്ക്ഡ് അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിച്ചതായി വിജിനം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഗസയിലെ സ്ഥിതിഗതികളെ മനുഷ്യനിർമ്മിത മാനുഷിക ദുരന്തം എന്ന് വിശേഷിപ്പിച്ച സ്വിന്നി ഇസ്രയേലിന്റെ സൈനിക നടപടികൾ അവിടെ ഒരു വംശഹത്യയ്ക്ക് കാരണമായേക്കാമെന്ന് പരസ്യമായി പ്രസ്താവിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി വിഷയത്തിൽ ജോൺ സ്വിന്നിയോ അദ്ദേഹത്തിന്റെ പാർട്ടിയായ സ്കോട്ടിഷ് നാഷണൽ പാർട്ടിയോ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അങ്കോള, ടോഗോ സർക്കാരുകളും വിഷയത്തിൽ മൗനം തുടരുകയാണ്. ബ്ലാക്ക് കോർ കമ്പനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഫ്രഞ്ച് മാധ്യമമായ ലിബറേഷൻ, ഇസ്രയേൽ മാധ്യമമായ ഹാരറ്റ്സ് എന്നിവർ നടത്തിയ സംയുക്ത അന്വേഷണത്തിൽ മറ്റൊരു ഞെട്ടിക്കുന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഫ്രാൻസിൽ സംഭാവനകൾ ശേഖരിക്കുന്നതിനായി ഈ ഇസ്രയേലി കമ്പനി ഒരു വ്യാജ ഫലസ്തീൻ സഹായ വെബ്സൈറ്റ് ഉപയോഗിച്ചതായാണ് കണ്ടെത്തൽ. സ്വതക്ക ഫലസ്തീൻ എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന ഈ വെബ്സൈറ്റ് കുടിയിറക്കപ്പെടലും ദാരിദ്ര്യവും യുദ്ധവും മൂലം ദുരിതമനുഭവിക്കുന്ന പലസ്തീനികൾക്ക് മാനുഷിക സഹായം നൽകുന്ന ഒരു രാഷ്ട്രീയേതര സർക്കാരിതര സംഘടനയായിട്ടാണ് സ്വയം പരിചയപ്പെടുത്തിയിരുന്നത്. ഈ സൈറ്റിൽ ഓൺലൈനായി സംഭാവനകൾ നൽകാനുള്ള പേയ്മെന്റ് ഫോമുകൾ ഉണ്ടായിരുന്നതായി ആർക്കൈവ് ചെയ്ത ഡാറ്റകൾ വ്യക്തമാക്കുന്നു. എക്സ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ വ്യാജ അക്കൗണ്ടുകൾ വഴിയാണ് ഈ വെബ്സൈറ്റ് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരുന്നത്. വെബ്സൈറ്റിന്റെ സാങ്കേതിക വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ ഇത് പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിച്ച സെർവറുകൾക്ക് ബ്ലാക്ക് കോർ കമ്പനിയുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്.
UK ആസ്ഥാനമായാണ് ഈ അക്കൗണ്ടുകൾ പ്രവർത്തിച്ചിരുന്നതെന്ന് തോന്നിപ്പിച്ചിരുന്നെങ്കിലും UK-യിൽ സ്വതക്ക ഫലസ്തീൻ എന്ന പേരിൽ ഒരു ചാരിറ്റിയോ NGO-യോ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ വ്യാജ ഓപ്പറേഷനിലൂടെ ഫലസ്തീൻ അനുകൂലികളിൽ നിന്ന് പണം തട്ടുകയോ അതോ അവരുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തുകയാണോ അതുമല്ലെങ്കിൽ രണ്ടു കൂടിയാണോ ഇവർ ലക്ഷ്യം വെച്ചതെന്ന് വ്യക്തമല്ലെന്ന് ലിബറേഷനും ഹാരറ്റ്സും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആരാണ് ബ്ലാക്ക് കോർ? റോയിട്ടേഴ്സിന്റെ അന്വേഷണങ്ങളെ തുടർന്ന് തങ്ങളുടെ ഓൺലൈൻ സാന്നിധ്യം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതിനു മുമ്പ് ബ്ലാക്ക് കോർ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ആധുനിക യുഗത്തിനായി നിർമ്മിക്കപ്പെട്ട ഒരു എലീറ്റ് സൈബർ സാങ്കേതിക കമ്പനി എന്നാണ്. വിവിധ രാജ്യങ്ങളിലെ സർക്കാരുകൾക്കും രാഷ്ട്രീയ പ്രചാരണങ്ങൾക്കും വേണ്ടി അത്യാധുനിക തന്ത്രങ്ങളും നൂതന ഡിജിറ്റൽ സംവിധാനങ്ങളും ഉപയോഗിച്ച് പൊതുജന വികാരം അനുകൂലമാക്കാനും തങ്ങൾക്ക് കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെട്ടിരുന്നത്. വിവിധ രാജ്യങ്ങളിലെ ജനാധിപത്യ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാനും പൊതുജനവികാരം കൃത്രിമമായി രൂപപ്പെടുത്താനും സ്വകാര്യ സൈബർ ഏജൻസികൾ വൻതോതിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നതിന്റെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഫ്രാൻസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആധുനിക ഡിജിറ്റൽ കാലഘട്ടത്തിൽ ലോകരാജ്യങ്ങളുടെ പരമാധികാരവും തെരഞ്ഞെടുപ്പ് സുതാര്യതയും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി ഈ സൈബർ ഇടപെടലുകൾ മാറിക്കഴിഞ്ഞു. ഇനി അറിയേണ്ടത് ഒന്നു മാത്രമാണ്: ബ്ലാക്ക് കോർ ഏതെല്ലാം രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ഇടപെട്ടു?